കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ BJPക്കെതിരെ കത്തോലിക്ക സഭാ മുഖപത്രം ദീപിക വീണ്ടും. BJP ക്രൈസ്തവ വേട്ടയ്ക്ക് നൽകുന്ന പിന്തുണ ഭരണഘടനാ വിരുദ്ധമാണ്. കേരളത്തിലെ BJP നേതാക്കൾ ഇനിയും ഇതിനെ ന്യായീകരിക്കാൻ തുനിയരുത് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നു. ടോബി ജോൺസണുമായിട്ട് 3 ദിവസത്തിന് ഇടയിലെ ഒരുപക്ഷെ ദീപിക ഇതുവരെ ഉപയോഗിക്കാത്ത വണ്ണമുള്ള അതിശക്തമായ കടുത്ത ഭാഷകൾ ഉപയോഗിച്ചുള്ള രണ്ടാമത്തെ മുഖപ്രസംഗത്തിൽ പറയുന്നത് എന്താണ് ടോബി? രണ്ടാമത്തെ മുഖപ്രസംഗത്തിൽ പ്രധാനമായും ദീപിക ലക്ഷ്യം വെക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കാൻ തയ്യാറാവുന്നത് BJP ആണ്. അതായത് BJPയുടെ കേന്ദ്ര സംസ്ഥാന നേതാക്കൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഈ സംഭവങ്ങളൊക്കെ നടന്നിട്ടും കേന്ദ്ര സർക്കാർ മൗനം പാലിക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് ദീപിക പ്രധാനമായിട്ടും ചോദിക്കുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ BJP നേതാക്കൾ എന്താണ് ചെയ്യുന്നതെന്ന് കൃത്യമായിട്ടും അറിയാം. അവർക്ക് ഇത് സംബന്ധിച്ചുള്ള ഒരു സത്യാവസ്ഥ എന്താണെന്ന് അറിയാം. പക്ഷേ അവരുടെ നേതാക്കൾ അതായത് മേലാളന്മാർക്ക് ഇക്കാര്യങ്ങൾ തിരുത്താൻ തയ്യാറാകുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് ദീപിക പത്രത്തിൽ പ്രധാനമായിട്ടുമുള്ളത്. കഴിഞ്ഞ ദിവസം കണ്ടതിൽ നിന്നും വ്യത്യസ്തമായി BJP അതായത് BJPയുടെ കേരള ഘടകത്തെയും കേന്ദ്ര നേതൃത്വത്തെയുമാണ് ഈ ഒരു ലേഖനത്തിൽ ദീപിക വിമർശിക്കുന്നത്. ശക്തമായിട്ടുള്ളൊരു വിമർശനം തന്നെയുണ്ട്. കന്യാസ്ത്രീമാരെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ ആണ് ഇനിയും കാഴ്ചക്കാരായി തുടരരുതെന്ന ഭരണാധികാരികളെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രൈസ്തവരെ നിശബ്ദരാക്കാമെന്ന് ഈ ലോകക്രമത്തിൽ അത്ര എളുപ്പമല്ല. അതായത് അങ്ങനെ കൂടി പറയുന്നുണ്ട്. അതായത് ക്രൈസ്തവരെ നിശബ്ദരാക്കാമെന്ന് ഈ ലോകക്രമത്തിൽ അത് അത്ര എളുപ്പമാകില്ല എന്നൊരു കാര്യം കൂടി ഈ എഡിറ്റോറിയൽ പറഞ്ഞു വെക്കുന്നു. BJP ക്രൈസ്തവ വേട്ടയ്ക്ക് നൽകുന്ന പിന്തുണ ഭരണഘടനാ വിരുദ്ധമാണ്. കേരളത്തിലെ BJP നേതാക്കൾ ഇനിയും ഇതിനെ ന്യായീകരിക്കാൻ തയ്യാറാകരുത്. കേരളത്തിലെ BJP നേതാക്കൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. സത്യം എന്താണെന്ന് അവർക്കറിയാം. അത് പൊതുജനവും മനസ്സിലാക്കിയിട്ടുണ്ട്. ക്രൈസ്തവ വേട്ടയ്ക്ക് പിന്നിലുള്ളവരെ നിരക്കി നിർത്താൻ മേലാളന്മാർക്ക് താല്പര്യമില്ല എന്നുള്ളൊരു വിമർശനം കൂടി മുന്നോട്ട് വെക്കുന്നു. എന്തായാലും BJPയുടെ സംസ്ഥാന ഘടകത്തിനെതിരെയും അതുപോലെ തന്നെ കേന്ദ്ര പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്ര നേതൃത്വത്തിനെതിരെയുമാണ് ഈ ഒരു വിമർശനം ദീപികയിൽ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, ടോബി ജോൺസൺ വാർത്തയുടെ വിവരങ്ങൾ പറയുകയാണ്. ദീപിക മുഖപ്രസംഗം ശക്തമായ ഭാഷയിലാണ് അതിൽ പറയുന്നത്. ലോകത്തെവിടെയെങ്കിലും ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ അതിക്രമം ഉണ്ടായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ശക്തമായി അപലപിക്കാറുണ്ടല്ലോ. എന്നാൽ ഛത്തീസ്ഗഡ് സംഭവം പാർലമെന്റിൽ ചർച്ച ചെയ്യാൻ പോലും സർക്കാർ അനുവദിക്കുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ അതിൽ പറയുന്നു. അതുപോലെ തന്നെ കുംഭമേളയിൽ വിവിധ ഹൈന്ദവ മഠങ്ങളിലും മറ്റു മതസ്ഥരായ അനേകം വിദേശികൾ എത്തി പാർക്കുകയും പ്രാർത്ഥിക്കുകയും ആചാരാനുഷ്ഠാനങ്ങളിൽ പങ്കാളികളും ചെയ്യുന്നതിന് ആരും എതിർത്ത് കാണുന്നില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. ഹിന്ദുമതത്തിലേക്ക് ആരെങ്കിലും ആകർഷിക്കപ്പെടുന്നതിനെ മതപരിവർത്തനമെന്ന് ആരും വിളിക്കുന്നില്ല. എന്തേ മതപരിവർത്തനത്തിന് ഒറ്റ നിർവചനമുള്ളോ തുടങ്ങിയ കാര്യങ്ങൾ വളരെ വൈകാരികമായ രീതിയിൽ വളരെ രൂക്ഷമായ ഭാഷയിലുള്ള രണ്ടാമത്തെ മുഖപ്രസംഗം മുഖപത്രമായ ദീപിക അതിൻ്റെ മുഖപ്രസംഗത്തിൽ പറയുകയാണ്. അതിന് പ്രതികരണങ്ങൾ ഉറപ്പായും ഉണ്ടാവുന്ന രീതിയിലുള്ള എഡിറ്റോറിയൽ തന്നെയാണത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.